മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രയാഗ്രാജിൽ. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമന്ത്രി സ്വീകരിക്കും. 11 മണിയോടുകൂടി പ്രധാനമന്ത്രി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യും. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, മഹാകുംഭമേളയിൽ ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. 11 മണിയോടുകൂടി അദ്ദേഹം ഗംഗാ സ്നാനം നടത്തും. സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ ശക്തമാണ്. യു.പി. മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, 11 മണിയോടുകൂടി പ്രയാഗ്രാജ് വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരിക്കും. അതിനുശേഷം പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമൊത്ത് ത്രിവേണി സംഗമ ഭൂമിയിൽ, അതായത് ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിക്കുന്ന ത്രിവേണി ഘട്ടത്തിലേക്ക് പ്രധാനമന്ത്രി എത്തും. അവിടെ പ്രത്യേക പൂജകളിലും ആരതികളിലും അദ്ദേഹം പങ്കാളികളാകും. അതിനുശേഷമാകും അദ്ദേഹത്തിന്റെ ത്രിവേണി സ്നാനം നടക്കുക. അതിനുശേഷം അദ്ദേഹം ഡൽഹിക്ക് മടങ്ങുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രയാഗ്രാജിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. ഈ വരുന്ന 10-ാം തീയതി രാഷ്ട്രപതി ദ്രൗപദി മുർമുവും മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിലെത്തുന്നു. ഇങ്ങനെ VVIPകളുടെ സന്ദർശനം കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടുവിലൂടെയാണ് പ്രയാഗ്രാജ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഭൂട്ടാൻ രാജാവ് ജിഗ്മെ വാങ്ചുക് ത്രിവേണി സംഗമത്തിൽ ഇന്നലെ എത്തിയിരുന്നു. ഇന്നലെ അദ്ദേഹം പ്രത്യേക ആരതികളിലും പൂജകളിലും പങ്കെടുത്ത് ത്രിവേണി സ്നാനവും നടത്തി. അതിനുശേഷം പ്രയാഗ്രാജിലെ ക്ഷേത്രങ്ങളിലും സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. പ്രത്യേക ക്ഷണപ്രകാരമാണ് അദ്ദേഹം കുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിൽ എത്തിയത്. ഇതിനു പുറമെ വലിയ VVIPകളുടെ വലിയ നിര തന്നെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. ഇതിനോടകം തന്നെ ഉത്തർപ്രദേശിലെ മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളും, മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളും ത്രിവേണി സ്നാന ഭൂമിയിൽ അവിടെ സ്നാനം നടത്തിയിരുന്നു. ഇതിന് പുറമെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള മറ്റ് കേന്ദ്രമന്ത്രിമാരും ഇതിനോടകം മഹാകുംഭ നഗരിയിൽ എത്തിയിരുന്നു. ഇതിനു പുറമെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി കൂടി എത്തുകയാണ്. 10-ാം തീയതി രാഷ്ട്രപതി എത്തുന്നു. ഇതിനോടകം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ മഹാകുംഭമേള സന്ദർശിച്ച് മടങ്ങി. ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം, അതായത് ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 35 കോടിയിലധികം ജനങ്ങൾ ഇതിനോടകം തന്നെ പ്രയാഗ്രാജ് സന്ദർശിച്ചു കഴിഞ്ഞു. 45 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയിൽ 45 കോടി തീർത്ഥാടകർ ഭാഗമാകുമെന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. ഏതായാലും ആ സംഖ്യയോടൊക്കെ തന്നെ അടുത്തു വരുന്നു. ഏതാണ്ട് 35 കോടി ജനങ്ങൾ ഇതിനോടകം തന്നെ തീർത്ഥനഗരിയിൽ എത്തി എന്നുള്ളതാണ്. 26-ന് ശിവരാത്രി ദിനത്തോടനുബന്ധിച്ചാണ്, അല്ലെങ്കിൽ ശിവരാത്രി ദിനത്തിലാണ് ഈ മഹാകുംഭമേള സമാപിക്കുക. വിനോദ്, തീർച്ചയായും ഈ ഫെബ്രുവരി അവസാനം വരെ കുംഭമേള നീണ്ടു നിൽക്കുന്നു. അതായത് ഫെബ്രുവരി 26 മഹാശിവരാത്രി ദിനം വരെ കുംഭമേള നീണ്ടു നിൽക്കുന്നു. ഇനിയും പ്രധാനപ്പെട്ട ദിനങ്ങൾ ഇനിയും കാണുമല്ലോ. ഇനിയും പ്രധാനപ്പെട്ട വിശേഷ ദിനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ മഹാശിവരാത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട ദിനങ്ങളുണ്ട്. അന്നൊക്കെ അങ്ങോട്ടേക്കുള്ള ഭക്തരുടെ എണ്ണം വീണ്ടും വർദ്ധിക്കാൻ തന്നെയല്ലേ സാധ്യത, നന്ദഗോപൻ? ഓരോ ദിവസം കഴിയുന്തോറും ഭക്തർ അണമുറിയാതെ എത്തുന്ന കാഴ്ചയാണ് പ്രയാഗ്രാജിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഈ 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹാകുംഭമേളയുടെ ദിവസങ്ങളിൽ 3 പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അമൃത് സ്നാൻ എന്നായിരുന്നു ആ ദിവസങ്ങളെ വിശേഷിപ്പിച്ചിരുന്നത്. ആ അമൃത് സ്നാൻ ദിവസങ്ങൾ ഇതിനോടകം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ജനുവരി 14, അതേപോലെ തന്നെ ജനുവരി 29, ഫെബ്രുവരി 3 എന്നീ തീയതികളിലായിരുന്നു ആ അമൃത് സ്നാന ദിവസങ്ങൾ ഉണ്ടായിരുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു സ്നാന ദിവസം എന്നുള്ളത് ശിവരാത്രിയാണ്. ശിവരാത്രി സ്നാനത്തോടുകൂടി തന്നെ ഈ ചടങ്ങുകളെല്ലാം തന്നെ പരിസമാപ്തിയാകും. മാത്രമല്ല, ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ ഭാരതത്തിലെ എല്ലാ പരമ്പരകളിൽ പെട്ട സന്യാസി സമൂഹത്തിന്റെ ഒരു സാന്നിധ്യം ഈ പ്രയാഗ്രാജിലുണ്ട്. അതേസമയം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ശിവപരമ്പരകളിൽപ്പെട്ട ശൈവ സന്യാസിമാർ, അല്ലെങ്കിൽ ശൈവ പരമ്പരകൾ പിന്തുടരുന്ന സന്യാസി സമൂഹം, അവർ പ്രയാഗ്രാജിൽ നിന്നും പോയി വൈഷ്ണവ പരമ്പര പിന്തുടരുന്ന സന്യാസി സമൂഹമായിരിക്കും പ്രയാഗ്രാജിലേക്ക് കൂടുതലായി ഇനി എത്താൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ നാഗസന്യാസി അല്ലെങ്കിൽ അഖാഡകൾ, അവരുടെ ഒരു സാന്നിധ്യം ഇനി പ്രയാഗ്രാജിൽ കുറഞ്ഞു വരുമെന്നുള്ളത് തന്നെയാണ്. അതേസമയം ഭക്തരുടെ
ഭക്തരുടെ തിരക്കിൽ യാതൊരുവിധ കുറവുമില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി വലിയ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ തികഞ്ഞ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ വോളണ്ടിയേഴ്സിനെ അടക്കം ഇവിടെ നിയമിച്ചിരിക്കുന്നു, കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ ഭക്തർക്ക് തിരക്കുണ്ടെങ്കിൽ തന്നെയും ഭക്തർക്ക് സുഗമമായി എത്തി സ്നാനകർമ്മങ്ങൾ നിർവഹിച്ച് മടങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ പ്രയാഗ്രാജിൽ ഒരുങ്ങിയിരിക്കുന്നത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന ഒഴുക്ക് അല്ലെങ്കിൽ അണമുറിയാതെ ഭക്തജനങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 45 കോടി ജനങ്ങൾ ഈ പ്രയാഗ്രാജിൽ ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. അതായത് കേരളത്തിന്റെ ജനസംഖ്യയുടെ 10 ഇരട്ടി ആൾക്കാർ ഈ കുംഭമേളയിൽ വന്നു മടങ്ങുന്നു എന്നുള്ളതാണ്. ഗംഗാ നദീ തീരം ഏതാണ്ട് 12 കിലോമീറ്ററോളം ഗംഗയുടെ ഇരു കരകളിലുമായി ഈ മഹാകുംഭ നഗരി ഒരുക്കിയിരിക്കുകയാണ്. താൽക്കാലിക നഗരം തന്നെയാണ് ഉത്തർപ്രദേശ് സർക്കാർ അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഭക്തർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ഒരു ഭക്തനും യാതൊരുവിധ പരാതിയുമില്ലാതെയാണ് മഹാകുംഭമേള പുരോഗമിക്കുന്നത്. 26-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അവസാനിക്കും. മഹാകുംഭമേള ഗംഗാ നദിക്കരയിൽ 12 കിലോമീറ്റർ നീളുന്ന ഗംഗാ നദിക്കരയിലാണ് മഹാകുംഭമേള. കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന മഹാകുംഭമേള പുരോഗമിക്കുന്നത്. അതിൻ്റെ ചടങ്ങുകൾ, അതിൻ്റെ ദിനങ്ങൾ ഉച്ചസ്ഥായിയിൽ തന്നെ നിൽക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്നാനത്തിനായി അവിടെ പ്രയാഗ്രാജിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷകരമായ വാർത്ത. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.